ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അന്യായം സംഭവിക്കുമ്പോൾ അവരുടെ മനോനില വളരെയധികം തകർന്നു പോകും. മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകും. അവർക്ക് ആർക്കാണോ ജീവിതത്തിൽ അന്യായം സംഭവിക്കുന്നത് അവർക്ക് സമൂഹത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. ലോകത്തെല്ലാവരും ശത്രുവായി തോന്നും. എത്ര വലിയ കാര്യമാണോ അവരുടെ ജീവിതത്തിൽ അന്യായമായി നടക്കുന്നത് അത്രയും വലിയ ശത്രുത, അത്രയും വലിയ തകർച്ച അവർക്ക് അനുഭവമാവും. അവർക്ക് ഈ ലോകത്തോട് അത്രയും അധികം വെറുപ്പും ശത്രുതയും. ആരുമില്ല, ഈ ലോകം എല്ലാം അന്യായം നിറഞ്ഞതാണ്, എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ്, എല്ലാവരും നമുക്ക് എതിരാണ്, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആണ് അവരുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് എപ്പോഴാണോ അന്യായം സംഭവിക്കുന്നത് ആ അന്യായം സംഭവിക്കുന്നവരുടെ മനസ്സിൽ വീണ്ടും ആ വിശ്വാസം സമൂഹത്തോടും ഈ ലോകത്തോടുള്ള വിശ്വാസം വീണ്ടെടുക്കുന്ന രീതിയിൽ ഒരു കാര്യം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ന്യായത്തിൻ്റെ ഒരു ഭാഗം. ന്യായത്തിൻ്റെ മറ്റൊരു ഭാഗം എന്താണ്? ആരാണോ അന്യായം പ്രവർത്തിക്കുന്നത് അവരുടെ മനസ്സിൽ പാശ്ചാത്താപത്തിൻ്റെ അഗ്നി ഉണരണം, ജ്വലിക്കണം. അങ്ങനെ ചെയ്യരുതായിരുന്നു, ചെയ്ത് തെറ്റാണ്, ആ ഒരു ഫീലിംഗ് അവരിൽ ഉണരണം. അപ്പോൾ അപരാധം ചെയ്ത ആൾക്ക് അഥവാ അന്യായം ചെയ്ത ആൾക്ക് ഒരു പാശ്ചാത്താപത്തിൻ്റെ അഗ്നി ജ്വലിക്കുകയും ആരാണോ അന്യായത്തിന് ഇരയായി മാറുന്നത്, അന്യായം അനുഭവിക്കേണ്ടി വരുന്നത്, അവരുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടെടുക്കും വിധം അവർക്ക് സപ്പോർട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ ഇതിനെയാണ് ശരിക്കും ന്യായം എന്ന് പറയുന്നത്. പക്ഷേ ആരുടെ ഹൃദയത്തിലാണോ ധർമ്മം വസിക്കാതിരിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും ക്ഷമിക്കാനൊന്നും സാധിക്കില്ല. അവരുടെ മനസ്സ് ആഗ്രഹിക്കുക, എന്നെ ഹിംസിച്ചെങ്കിൽ ഞാനും ഹിംസിക്കും, എനിക്ക് എന്ത് നഷ്ടമാണോ ഉണ്ടായത് അതിനേക്കാൾ കൂടുതൽ നഷ്ടം ഞാൻ അവർക്കുണ്ടാക്കും. ഈ ഒരു ഫീലിംഗ് ആയിരിക്കും ധർമ്മം വസിക്കാത്ത മനസ്സുകളിൽ ഉണരുന്നത്. അതോടുകൂടി തന്നെ ആരിന്ന് അന്യായത്തിനടിമയായോ അവർ തന്നെ അന്യായം ചെയ്യാൻ തുടങ്ങും. അവർ തന്നെ അപരാധികളായിത്തീരും. അവർ നിയമം കയ്യിലെടുക്കും. ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ ഈ സൃഷ്ടിയിൽ തന്നെ ഒരു നിയമമില്ല. എല്ലാവരും നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ ലോകം അരാജകത്വത്തിൻ്റെ പാതയിലേക്ക് വീഴും. അതുകൊണ്ട് എനിക്കൊരു അപരാധം സംഭവിച്ചാലും അരുതാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ക്ഷമയോടുകൂടി അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നിയമം കയ്യിലെടുത്ത് നടത്തിക്കാൻ വിധം നമ്മൾ ക്ഷമിക്കുക, കാത്തിരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ധർമ്മം നഷ്ടപ്പെട്ട് ധർമ്മത്തിൻ്റെ പാതയിൽ നിന്നും മാറി ഞാൻ തന്നെ എനിക്ക് കിട്ടിയതിന് പ്രതികാരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കരുത്. അപ്പോൾ അത് പ്രതികാരമായി മാറും. കാരണം എനിക്ക് എന്നെ അടിച്ചാൽ ഞാനും തിരിച്ചു അടിക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത വരുമ്പോൾ അത് പ്രതികാരത്തിലേക്ക് മാറും. ന്യായമാകുന്ന സമയത്ത് ഇരു കൂട്ടർക്കും ഉപദ്രവിച്ച ആളുടെ മനസ്സിൽ പാശ്ചാത്താപവും ഉപദ്രവിക്കപ്പെട്ട ആളുടെ മനസ്സിൽ വീണ്ടും വിശ്വാസമുള്ളതാണ് ചെയ്യുക. പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ പ്രതികാരവും ന്യായവും ഇത് വളരെ ചെറിയ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ അത്രയ്ക്കധികം ധർമ്മം കുടികൊള്ളാൻ സാധിക്കണം. ധർമ്മത്തെ വളർത്തണമെങ്കിൽ നമ്മൾ ആത്മബോധത്തിനെ വളർത്തണം. ഈ ലോകത്തിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും നമുക്ക് അധർമ്മവും അന്യായവും കണ്ട് മനുഷ്യ മനസ്സുകൾ തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ശക്തി ആർജിക്കാൻ പരമാത്മാ സമാഗമം അനുഭവിക്കുമ്പോൾ മാത്രമേ അതിന് വീണ്ടും ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാനും ഈ ചെറിയൊരു വ്യതിയാനത്തിൻ്റെ ഉള്ളിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികാരം ചെയ്യാതെ ന്യായം പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്കും ഏതവസ്ഥയിലും ന്യായത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കട്ടെ.